Hi friends, welcome to Garam Masala, the magic spices of cooking. വറുത്തരച്ച ബീഫ് കറി. ഇന്ന് നമുക്ക് പത്തിരിയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാവുന്ന വറുത്തരച്ച ബീഫ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ബീഫ് 1/2 കിലോ, സവാള 1 കപ്പ്, ക്രഷ് ചെയ്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം, തക്കാളി 1 മീഡിയം സൈസ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ്. വറുത്ത് അരയ്ക്കാൻ വേണ്ട ചേരുവകൾ: മല്ലി 2 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 8 മുതൽ 10 എണ്ണം വരെ, ചെറിയ ഉള്ളി 5-6 എണ്ണം, വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 4 എണ്ണം, ഏലക്ക 2 എണ്ണം, പട്ട 1 ഇഞ്ച് നീളമുള്ള 1 പീസ്, തേങ്ങ 1 കപ്പ്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില. വറവിന് വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില, ചെറിയ ഉള്ളി 2 ടേബിൾ സ്പൂൺ ചെറുതായി മുറിച്ചെടുത്തത്. ആദ്യം നമുക്ക് ബീഫിനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് അരപ്പിന് വേണ്ട വറവ് തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിലോട്ട് നമുക്ക് മല്ലി, വറ്റൽമുളക്, ചെറിയ ഉള്ളി, വലിയ ജീരകം, ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല റോസ്റ്റ് ചെയ്ത മണം വരുന്നത് വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. തേങ്ങ കൂടെ ചേർക്കാം നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ തേങ്ങ ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതിനെ റോസ്റ്റ് ചെയ്യണം. തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പേസ്റ്റാണിത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് സവാള, ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ചെറുതായൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലോട്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്നുകൂടെ വഴറ്റാം. ഈ സവാളയും തക്കാളിയും ഒന്നും മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കറിയിൽ അതുപോലെ ഉണ്ടായിരിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് വെള്ളത്തോടു കൂടെ ഒഴിച്ചു കൊടുക്കണം. അടുത്തതായി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ കറി ഒരല്പം ലൂസായിരിക്കണം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചെറിയ ഉള്ളി ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി വറുത്തരച്ച ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ പത്തിരിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.